അവതാരമാണ് എന്നാണ് പറയുക. ശരഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹമൂർത്തിയുടെ ആ ഉഗ്രമായ കോപത്തെ അടക്കാൻ വേണ്ടി ഉണ്ടായ അവതാരമാണ് എന്നാണ് പറയുക. അങ്ങനെയുള്ളതായ ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് ചെന്നാൽ അവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഒരു ശിവലിംഗമാണ്. വൈക്കത്തപ്പനെ കാണാൻ പോയാൽ അവിടെ എന്താ കാണാൻ പറ്റുക? ഒരു ശിവലിംഗമാണ്. കർണാടകത്തപ്പനെ കാണാൻ പോയാലും അവിടെ ഒരു ശിവലിംഗമാണ്. വടക്കനാടിന് പോയാൽ ശിവലിംഗം പോലും കാണില്ല, നെല്ലിമല മാത്രം. പിന്നെ അപ്പുറത്ത് പോയിട്ട് തൊഴണം ശങ്കരനെയും നാരായണനെയും, അതിൻ്റെ അപ്പുറത്ത് രാമനെയും, അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മൂലബിംബ പ്രതിഷ്ഠ, ബിംബം അത് പലതാവാം, ഏത് തരത്തിൽ വേണ്ടിയാവാം. സങ്കല്പങ്ങൾ, അവതാരത്തിൻ്റെ നാമങ്ങൾക്ക്, അതിൻ്റെ ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ടാവും. പക്ഷെ എങ്കിലും മൂലമായി അതിൻ്റെ ഏകമായിരിക്കുന്ന ബീജഭാവം എന്ന് പറയുന്നത് ഈശ്വരൻ, പരമാത്മാവ്, പരബ്രഹ്മം എന്ന തത്വമാണ്. എന്നോട് എനിക്ക് ചില കുടുംബക്ഷേത്രങ്ങളൊക്കെ തന്ത്രമുണ്ട്, ദേശക്ഷേത്രങ്ങളുണ്ട്. അപ്പം ചില സ്ഥലത്ത് കുടുംബക്ഷേത്രങ്ങൾ തന്ത്രമുള്ള സ്ഥലത്ത് ദേവപ്രശ്നമൊക്കെ വയ്ക്കും. ഇപ്പോൾ ദേവപ്രശ്നം വെച്ച് എൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു ചോദ്യമുണ്ടായി. അവിടെ ഇതേപോലെ തന്നെ ഭദ്രകാളിയുമുണ്ട്, ഭുവനേശ്വരിയുമുണ്ട്. അപ്പോൾ ഈ ദേവപ്രശ്നം വെച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചോദ്യം ഇതാണ്: അകത്തിരിക്കുന്നത് സത്യത്തിൽ ദുർഗയാണ്, അപ്പുറത്ത് കാളിയാണ്. പിന്നെ എന്താ ഇവിടെ ഭുവനേശ്വരി എന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് ചോദ്യം. ഞാനിവിടെ അകത്ത് ശ്രീകോവിലിനുള്ളിൽ തൊഴുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റേതായിരിക്കുന്ന ചില ആനന്ദങ്ങളുണ്ട്. ഞാൻ എവിടെ ചെന്നാലും വിഗ്രഹം നന്നായിട്ട് നോക്കും, മുഖം നോക്കും, ആ മുഖത്തിൻ്റെ ഭാവം നോക്കും. അത് കുട്ടിക്കാലം മുതൽ മുത്തശ്ശി പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ അകത്തിരിക്കുന്ന ആ ഭഗവതിയുടെ മുഖം എൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്ന, എൻ്റെ നാലുകെട്ടിൻ്റെ ഉള്ളിലിരിക്കുന്ന അതേ ഭഗവതിയുടെ മുഖ ഭാവം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ എങ്ങനെയാണ് തൊഴുന്നത്? ഭുവനേശ്വരി ആയിട്ടാണ്, അല്ലേ? അല്ലേ? എന്താ വ്യത്യാസം ഭുവനേശ്വരി ദുർഗയും തമ്മിൽ? ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യവുമായി ഒരു ബന്ധമുണ്ട്. സർവദേവതകളുടെയും ദേവീരൂപങ്ങളുടെയും മൂർത്തിരൂപങ്ങളുടെയും സർവരൂപങ്ങളുടെയും വിശേഷണമായിട്ടാണ് ചില നാമങ്ങൾ. ഇപ്പം നാരായണ എന്ന വിശേഷണം രാമനെയും വിശേഷിപ്പിക്കും, കൃഷ്ണനെയും വിശേഷിപ്പിക്കും, മത്സ്യാവതാരമൂർത്തി, അല്ലേ, വരാഹാവതാരം, ഏത് അവതാരമൂർത്തികളെ വേണമെങ്കിലും നാരായണ എന്ന് തന്നെ വിശേഷിപ്പിക്കുക. നേരത്തെ പറഞ്ഞ മാതിരി ഏത് അവതാര സ്വരൂപങ്ങളുടെ പ്രതിഷ്ഠയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ കാണുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമായിരിക്കും എന്ന് പറയുന്നത് പോലെ ഏത് നരസിംഹ ക്ഷേത്രമായാലും മറ്റ് അവതാര ക്ഷേത്രങ്ങളായാലും മഹാവിഷ്ണു ക്ഷേത്രം എന്ന് പൊതുവായി പറയും. അതേപോലെ പൂർവാചാരപ്രകാരം നമ്മുടെയൊക്കെ പൂർവീകര് നമ്മുടെയൊക്കെ കളരികളിലോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഗൃഹങ്ങളിലോ പത്മമിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ കളം വരച്ചോ ഒക്കെ ആരാധിച്ചിരുന്ന ആ ദേവി ശക്തി സ്വരൂപത്തെ ആകമാനം വിശേഷിപ്പിക്കുന്ന നാമമാണ് ഭുവനേശ്വരി. അത്തരത്തിൽ വിഷ്ണു, ഭുവനേശ്വരി, ശിവൻ എന്നാണ് നമ്മൾ പൊതുവെ പറയുക. പക്ഷെ ശംഭു, ശങ്കരൻ, ഇതൊക്കെ വ്യത്യസ്ത ഭാവങ്ങളാണ്. അപ്പം അതിൻ്റെ സൂക്ഷ്മതലത്തിലേക്ക് കിടക്കുമ്പോൾ അതൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ എല്ലാം ഈശ്വരീയ ഭാവത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അതിന് പൊതുവായിരിക്കുന്ന നാമങ്ങൾ കൽപ്പിക്കുന്നു, പൊതുവായ രൂപങ്ങൾ കൽപ്പിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത്തരത്തിൽ നമ്മൾ ഈ 4 ക്ഷേത്രങ്ങളിൽ തൊഴാൻ പോകുമ്പോഴും നമ്മൾ 4 ക്ഷേത്രങ്ങളിലും കാണുന്നതും ജപിക്കുന്നതും ഒക്കെ ഹരേ രാമ, ഹരേ കൃഷ്ണ, ഹരേ നാരായണ എന്ന് തന്നെയാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഭരതനും ശത്രുഘ്നനും രാമനും ലക്ഷ്മണനും നാരായണൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. എന്നിട്ട് വിശ്വാമിത്രൻ വന്നിട്ട് ആരെ കൂടെ വിളിച്ചു കൊണ്ടുപോയത്? രാമനും ലക്ഷ്മണനും എൻ്റെ കൂടെ വരണമെന്നാണ് പറഞ്ഞത്, അല്ലേ? അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഈ കാരണം മനസ്സിലാവണമെങ്കിൽ നമ്മൾ വാൽമീകി രാമായണവും അധ്യാത്മ രാമായണവും സൂക്ഷ്മതലത്തിൽ വായിക്കണം. കാരണം അവരുടെ
ബാലലീലകൾ പറയുമ്പോഴും അവരുടെ യൗവന കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോഴും എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. രാമനോടൊപ്പം എപ്പോഴും ലക്ഷ്മണനെ കാണാം, ഭരതനോടൊപ്പം എപ്പോഴും ശത്രുഘ്നെയും കാണാം. സുമിത്രയ്ക്ക് 2 മക്കളാണ്. ആ 2 മക്കൾ എങ്ങനെയാണ് ഉണ്ടായത്? യാഗാഗ്നിയിൽ നിന്ന് യജ്ഞപുരുഷൻ പായസപാത്രവുമായി വന്നു. ദശരഥനോട് പറഞ്ഞു, ഈ പായസം ധർമ്മപത്നിമാർക്ക് കൊടുത്തു, വേണ്ടതുപോലെ അങ്ങയുടെ അഭീഷ്ടങ്ങൾ സിദ്ധിക്കും എന്ന അനുഗ്രഹം കൊടുത്തിട്ടാണ് യജ്ഞപുരുഷൻ പറഞ്ഞത്. നമ്മൾ കേട്ട കഥ എന്താ? ഈ പായസം ദശരഥ മഹാരാജാവ് ആദ്യം ആർക്ക് കൊടുത്തു? കൗസല്യയ്ക്ക് കൊടുത്തു. കൗസല്യ എന്ത് ചെയ്തു? കൗസല്യയ്ക്ക് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ദശരഥൻ കൈകേയിക്കും കൊടുത്തു. പപ്പാതിയാക്കി കൗസല്യയ്ക്കും കൈകേയിക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സുമിത്രയുടെ കയ്യിൽ മറന്നു അല്ലേ? അപ്പൊ എന്ത് ചെയ്തു ദശരഥൻ? തൻ്റെ ധർമ്മപത്നിമാരെ നോക്കി. അപ്പൊ കൗസല്യ എന്ത് ചെയ്തു? തൻ്റെ പായസത്തിൽ നിന്ന് പകുതിയെടുത്ത് സുമിത്രയ്ക്ക് കൊടുത്തു. കൈകേയി എന്ത് ചെയ്തു? തൻ്റെ പാത്രത്തിൽ നിന്ന് പകുതിയെടുത്ത് സുമിത്രയ്ക്ക് കൊടുത്തു. അങ്ങനെ സുമിത്രയ്ക്ക് 2 പേരുടെയും പകുതി കിട്ടി. അങ്ങനെ കൗസല്യയിൽ രാമനും കൈകേയി ഭരതനും സുമിത്രയിൽ ഇരട്ട കുട്ടികളായി ഭഗവാൻ തന്നെ ലക്ഷ്മണ ശത്രുഘ്നന്മാരായി ജനിച്ചു എന്നാണ്. അപ്പൊ ഈ 2 പേർക്കും, ഭരതനോടും ശ്രീരാമനോടും ആ ഒപ്പം നടക്കുക, എപ്പോഴും ഒപ്പം സഞ്ചരിക്കുക എന്ന് പറയുന്നൊരു ഭാവം അവർക്ക് കൂടുതലുണ്ടായി. ഈ കൂടുതലുണ്ടായ ഭാവത്തെ നമുക്ക് സൂചിപ്പിച്ച് തരാനാണ് രാമായണത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഈ കഥ ലോകത്തിൽ പ്രസിദ്ധമായത്. സത്യത്തിൽ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയൊരു കഥയില്ല അല്ലേ? നമ്മളൊക്കെ ഇതല്ലേ കേട്ടത്, പക്ഷെ കേട്ടതല്ല രാമായണം. രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ പറയുന്ന മനോഹരമായ കഥ ഇത് രാമായണത്തെ അധികരിച്ച് അനവധി രാമായണങ്ങൾ വേറെയും ഉണ്ടായി. ആനന്ദരാമായണം, അത്ഭുത രാമായണം, തോരവേ രാമായണം, കൃത്തിവാസ രാമായണം, ഇങ്ങനെ അനവധി രാമായണങ്ങൾ, കമ്പരാമായണം, അത്ഭുത രാമായണം, അഗസ്ത്യ രാമായണം, അനവധി രാമായണങ്ങളുണ്ടായി. പക്ഷേ ഇതിലൊക്കെ, ഈ കഥകളിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു. വാൽമീകി പറഞ്ഞ കഥ എന്താ? അതൊന്ന് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കണം. പായസപാത്രവുമായി യജ്ഞപുരുഷൻ പ്രത്യക്ഷപ്പെട്ട പായസം ധർമ്മപത്നിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞ് കൊടുത്ത സമയത്ത് ദശരഥൻ ചെയ്തത്, ആദ്യം ആ പായസത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് കൗസല്യയ്ക്ക് കൊടുത്തു. രണ്ടാമത്തെ അതിൽ നിന്ന് കുറച്ചെടുത്ത് ദശരഥൻ കൈകേയിക്ക് കൊടുത്തു. ശേഷം ദശരഥന്റെ കയ്യിൽ കൊടുത്തു. ദശരഥൻ എന്ത് ചെയ്തു? സമ്യക് വിചിന്യ, നന്നായി ഒന്ന് ചിന്തിച്ചിട്ട് ഒരു പുഞ്ചിരിയോടുകൂടി ശേഷമുള്ള ഭാഗം സുമിത്രയ്ക്ക് കൊടുത്തു. അതിൽ നിന്ന് ബാക്കിയുള്ള 4ാമത്തെ ഭാഗവും സുമിത്രയ്ക്ക് തന്നെ കൊടുത്തു എന്നാണ് യഥാർത്ഥ രാമായണത്തിലെ കഥ. ആദ്യത്തെ കഥ ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് ചില ആളുകൾ രാമായണ വ്യാഖ്യാനം എഴുതിയത്. എന്താ എഴുതിയത്? ദശരഥൻ തൻ്റെ ഭാര്യമാരിൽ പക്ഷപാതം കാണിച്ചവനായിരുന്നു. ചിലര് വലിയ വലിയ നോവലുകളൊക്കെ പടച്ചു കെട്ടി സുമിത്രയെക്കുറിച്ച്. സുമിത്ര കവി മറന്നുപോയ ഒരു കഥാപാത്രം, ദശരഥൻ എപ്പോഴും മുന്നിലേക്ക് കൊണ്ടുവരാൻ മടിച്ച് അന്തഃപുരത്തിനുള്ളിൽ തന്നെ ദുഃഖിച്ച് കഴിഞ്ഞ ഒരു സാധു പെൺകുടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സുമിത്രയെക്കുറിച്ച് ഇവിടെ ഓരോരുത്തരും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്ന രാമായണം വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. രാമായണം വാൽമീകി അവതരിപ്പിച്ചപ്പോൾ വാൽമീകി വ്യക്തമായി പറഞ്ഞു, ദശരഥന് സുമിത്രയോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യമാണ് യഥാർത്ഥത്തിൽ. എന്ത്? ആദ്യം കൗസല്യയ്ക്ക് കൊടുത്തു, പിന്നെ കൈകേയിക്ക് കൊടുത്തു, സുമിത്രയ്ക്ക് കൊടുത്തു, ശേഷം വന്നത് വീണ്ടും സുമിത്രയ്ക്ക് തന്നെ കൊടുത്തു. ഒരു പുഞ്ചിരിയോടുകൂടി ചിന്തിച്ചുകൊണ്ട്, നന്നായി ചിന്തിച്ച്. ആരാ ചിന്തിച്ചത്? ദശരഥനാണ്. ദശരഥൻ ആരാണ്? നേരത്തെ ഞാൻ പറഞ്ഞു, ദേവലോകത്ത് പോയി ദേവന്മാരോടൊപ്പം അസുരന്മാരെ പരാജയപ്പെടുത്താൻ യുദ്ധം ചെയ്ത ദശരഥൻ എന്ന നാമം നേടിയ ആളാണ്. നിസ്സാരക്കാരനാണോ? അപ്പോൾ സത്യത്തിൽ അനുഗ്രഹിക്കാൻ വരെ ശക്തിയുള്ള ഈശ്വരതുല്യനായിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ദശരഥനെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടും
ദശരഥന് കരയേണ്ടി വന്നു. എന്താ കാരണം? ആ ഈശ്വരത്വം ദശരഥൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് ദശരഥന് കരയേണ്ടി വന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവിടേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. എന്തായാലും വിശ്വാമിത്രൻ വന്ന് രാമനെയും ലക്ഷ്മണനെയും വിളിച്ചതിന് കാരണം ഈ ബാലലീലയും ഈ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ വർണ്ണിക്കുമ്പോൾ പ്രത്യേകം വാൽമീകി വിശേഷിപ്പിക്കുന്നു. എപ്പോഴും സുമിത്ര തൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും രാമനും ഭരതനും എപ്പോഴും കൂട്ടായിരിക്കണം എന്നാണ്. കുട്ടിക്കാലം മുതലേ അത് പരിശീലിപ്പിച്ച ആളാണ് സുമിത്ര. ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തിന് ഏറ്റവും പ്രധാനമാണ് സഹോദരന്മാർ തമ്മിലുള്ളതായ ഐക്യം എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ കുടുംബത്തിൽ എത്ര സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര കീർത്തി ഉണ്ടായിട്ടും കാര്യമില്ല. ഉണ്ടോ? ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചവരല്ല ഇവർ. 3 അമ്മമാരുടെ ഉദരത്തിൽ ജനിച്ചവരാണ്. എന്നിട്ട് കൂടി ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചവർക്ക് പോലും ഇല്ലാത്ത സ്നേഹത്തിൻ്റെയും പരസ്പരമുള്ളതായ ആ ആദരവിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാവങ്ങളായി മാറിയവരാണ് രാമഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ. അപ്പോൾ നാലമ്പലം തൊടാൻ പോകുന്നത് എന്തിനാണ്? ഈശ്വരന്മാരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി നമ്മുടെ അഭീഷ്ടങ്ങളൊക്കെ സിദ്ധിക്കുക എന്നതിനപ്പുറം ഈ ഒരു ഭാവന നമ്മുടെ മുമ്പിൽ വേണ്ടതുപോലെ ഉറയ്ക്കാനാണ്. സമൂഹത്തിൽ സഹോദര ബന്ധങ്ങളുടെ മഹത്വത്തെ വേണ്ടതുപോലെ പകർന്നു കൊടുക്കുന്ന പ്രതീകാത്മകമായ ഈശ്വരീയ അവതാരങ്ങളായിട്ടാണ് ഈ 4 പേർ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുതിരപ്പുറത്ത് രാമൻ കയറുമ്പോൾ ഒപ്പം ഭരതനും ഉണ്ടാവും, ലക്ഷ്മണനും ഉണ്ടാവും. അപ്പുറത്തെ കുതിരയിൽ ഭരതൻ കയറുമ്പോൾ പിന്നിൽ തന്നെ തൊട്ടടുത്ത് തന്നെ ശത്രുഘ്നനും ഉണ്ടാകുന്നു. ഇവരെപ്പോഴും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ടാണ് വിശ്വാമിത്രൻ വന്ന് രാമനെയും ലക്ഷ്മണനെയും എൻ്റെ കൂടെ അയക്കൂ എന്ന് പറയാൻ കാരണം രാമൻ ഒറ്റയ്ക്ക് വരില്ല എന്ന് വിശ്വാമിത്രൻ അറിയാം. രാമൻ്റെ ഒപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന ലക്ഷ്മണൻ രാമൻ്റെ നിഴലാണ്. അത് സന്ദേഹമില്ല. തൻ്റെ പുത്രന്മാരുടെ മഹിമ എന്താണ് എന്ന് വസിഷ്ഠ മഹർഷിയിൽ നിന്ന് മനസ്സിലാക്കിയതായ ദശരഥ മഹാരാജാവ് സന്തോഷത്തോടുകൂടി രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രനോടൊപ്പം യാത്രയാക്കുന്നു. ഇതാണ് ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്ന രംഗം. പക്ഷേ ഈ രംഗത്തെ കുറച്ചുകൂടി മറ്റു രീതിയിൽ നോക്കിക്കണ്ട ഒരു ഉപനിഷത്ത് തുല്യമായിരിക്കുന്ന അധ്യാത്മ കാവ്യമുണ്ട്. ഒരു ആധ്യാത്മിക കാവ്യം. അതിൻ്റെ പേരാണ് യോഗവാസിഷ്ഠം. പേര് പോലെ തന്നെ വസിഷ്ഠ മഹർഷി ഉപദേശിച്ചത് കൊണ്ടാണ് അതിന് യോഗവാസിഷ്ഠം എന്നൊരു പേര് തന്നെ ലഭിച്ചത്. ഈ യോഗവാസിഷ്ഠത്തിലെ ആദ്യത്തെ രംഗം നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ട് നിൽക്കുന്നതായ ഈ രംഗമാണ്. ഏത്? വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് വരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് യോഗവാസിഷ്ഠത്തിൽ പറയുന്ന ഒരു രംഗമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അതെന്തിനാണ് ഇവിടെ പറയുന്നത് എന്ന് നിങ്ങൾക്കിത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലായി. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു രാമനെ കാണിച്ചു തരാനാണ് ഞാൻ യോഗവാസിഷ്ഠത്തിലെ രംഗത്തെക്കുറിച്ച് പറയുന്നത്. രാമൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ആരാണ്? അതിസുന്ദരനാണ്. ആജാനുബാഹുവായി. ആജാനുബാഹുത്വം എന്ന് പറഞ്ഞാൽ കൈ രണ്ടും കാലിൻ്റെ മുട്ടിന് താഴെ നീളത്തോടുകൂടി ഇങ്ങനെ അത്രയും ആ ആയുധപാടവത്തിനും എല്ലാ തരത്തിലുമുള്ളതായി ശത്രുക്കളെ ജയിക്കാനും ഒക്കെയുള്ള വീര്യവും ധൈര്യവും ഒക്കെ നിറഞ്ഞ ഒരു ആകാര സൗഷ്ഠവമാണ് ശ്രീരാമൻ എന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ ഇവിടെ വിശ്വാമിത്രൻ വന്നു ദശരഥന്റെ മുമ്പിൽ വന്ന് രാമനെ വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി രാമനെ വിളിച്ചുകൊണ്ടുവരുവാൻ ആളുകളെ ഏൽപ്പിച്ചു. അവർ കുറേ ചുറ്റി കറങ്ങിയിട്ടാണ് രാമനെ വിളിച്ചുകൊണ്ടുവരുന്നത്. കാരണം രാമൻ ഗുരുകുലത്തിലുമില്ല, നാട്ടിൻപുറത്ത് എവിടെയും ഇല്ല, പല ദിക്കുകളിൽ അലഞ്ഞലഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെയുള്ള രാമനെ പിടിച്ചു കൊണ്ടുവന്ന് അയോധ്യയുടെ മുമ്പിൽ നിർത്തി. രാമനെ കണ്ടതും എല്ലാവരും ഞെട്ടിപ്പോയി. ദശരഥനൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു മാറത്തടിച്ച് നിലവിളിക്കാൻ ഇങ്ങനെയൊരു രാമനെ കണ്ടിട്ടേയില്ല. കാരണം കുറേ കാലമായി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ പഠിപ്പാണ്. പഠനത്തിൻ്റെ ഇടയ്ക്ക് ഇവിടെ കൊട്ടാരത്തിലേക്ക് വരലോ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടലോ ഒന്നുമില്ല. ഇപ്പോൾ രാമൻ വന്നിരിക്കുന്നത് കുറേ ദിവസങ്ങളായി അലഞ്ഞു നടന്ന്, ഭക്ഷണമില്ലാതെ അലഞ്ഞു നടന്ന്,
ആകെ മെലിഞ്ഞൊട്ടി കുഴിഞ്ഞ കണ്ണുകളോടുകൂടി ഒരു രാമൻ. ആ രാമനെയാണ് യോഗവാസിഷ്ഠം അവതരിപ്പിക്കുന്നത്. ആ രാമനെ കണ്ട് സദസ്സിലുള്ള എല്ലാവരും കണ്ണ് നിറഞ്ഞൊഴുകി രാമ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നപ്പോഴും ശാന്തഭാവത്തിൽ, നിസ്സംഗഭാവത്തിൽ രാമൻ ആ രാജധാനിയുടെ മധ്യത്തിൽ വിശ്വാമിത്രന്റെ അരികത്ത് വന്നു നിന്നു. അപ്പോൾ വിശ്വാമിത്രൻ, എല്ലാം അറിയുന്നവരാണ് ഋഷീശ്വരന്മാർ, എങ്കിലും ലോകത്തെ അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി വിശ്വാമിത്രൻ വസിഷ്ഠനോട് ചോദിക്കുന്നു, എന്താണ് വസിഷ്ഠ ഇങ്ങനെയൊരു ഭാവം രാമന്? ഇതാണ് അങ്ങ് പഠിപ്പിച്ചു കൊടുത്തത്. സൂര്യവംശത്തിന്റെ കീർത്തി വർദ്ധിപ്പിക്കേണ്ട രാജകുമാരൻ ഒരു സന്യാസിയെ പോലെ മുടിയൊക്കെ ഇങ്ങനെ വളർന്നിരിക്കുന്നു, ശ്മശ്രുക്കളൊക്കെ വളർന്നിരിക്കുന്നു, മെലിഞ്ഞൊട്ടിയ ശരീരം. ഇതൊരു യോഗിക്ക് മാത്രം കാണാവുന്ന ഒരു സ്വഭാവമാണ്, ഗുണമാണ്. ഒരു രാജകുമാരന്